Welcome back guys, welcome back to MalluDiscoveryTV and it's me Farhan bin Fazil here. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു 1 lakhന്റെ ബിൽഡാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് സെറ്റപ്പ് കേട്ടോ, മോണിറ്ററും കീബോർഡും മൗസും എല്ലാം. ബട്ട് ജസ്റ്റ് CPU മാത്രം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 85 to 86 നിങ്ങൾക്ക് കൊള്ളിക്കാം. കുറച്ചുകൂടെ RGB കുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 78 ഒരു ബിൽഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ RGBയും കുറച്ചില്ല, ഡിസൈനും കുറച്ചില്ല, എല്ലാം കംപ്ലീറ്റ്ലി മാക്സിമം സെറ്റപ്പിലാക്കി. ഒരു ലിമിറ്റേഷനും ഇല്ലാണ്ട് നിങ്ങൾക്ക് പ്രീമിയർ പ്രോ യൂസ് ചെയ്യാം, നല്ല ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യാം, അതേപോലെ തന്നെ നല്ലൊരു ഫ്രെയിം പെർ സെക്കൻഡിൽ ഗെയിമിങ്ങും പറ്റും. അപ്പോൾ ഒരു മൾട്ടിപർപ്പസ് ഓൾ ഇൻ വൺ ഒരു അടിപൊളി PC ആണ് ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് വന്നത് 1 lakh ആണ്. നിങ്ങൾ കുറച്ച് RGB കുറയ്ക്കുകയാണെങ്കിൽ ഒരു 10,000 ഡിഫറൻസ് വരുത്തിക്കാം. ഞാൻ ഇവിടെ ഒന്നും റെഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു ബിൽഡ് വീഡിയോ കാണാം. എന്തൊക്കെ ഞാനിവിടെ യൂസ് ചെയ്തെന്ന വീഡിയോ കംപ്ലീറ്റ്ലി കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വിക്കായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 27,000 എങ്ങനെ ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യാം. അത് ഞാൻ കൊടുത്തു. അത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിയതാണ്, അത് ഞാൻ വിറ്റു. അതിനുശേഷം ഞാൻ 50,000 എങ്ങനെ ഒരു അടിപൊളി കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യാമെന്ന് വീഡിയോ ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് നൗ 1 lakhൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതേപോലെ ഇതെൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ്, അതായത് ഇതിനെ കസ്റ്റമറിന് ബിൽഡ് ചെയ്ത് കൊടുത്തതല്ല, എൻ്റെ ആവശ്യത്തിന്. ഇതുവരെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇനി അങ്ങോട്ട് പ്രീമിയർ പ്രോ ഒക്കെ പഠിച്ച് ഇനി കമ്പ്യൂട്ടറിലായിരിക്കും എഡിറ്റിംഗ്. സോ പ്രീമിയർ പ്രോ പഠിക്കണം അത്രേ. അപ്പോൾ ഈ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമാണ്, അതായത് യൂട്യൂബിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അത് നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റഡ് ആയ എല്ലാ വീഡിയോസ് നിങ്ങൾ കാണുകയാണെങ്കിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും കിട്ടി. അതേപോലെ വീഡിയോ കാണാൻ മടിയുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഒക്കെ പർച്ചേസ് ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഡയറക്റ്റ്ലി അവിടെ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബിൽഡ് വീഡിയോ കാണണം, അതേപോലെ തന്നെ ഇതിൻ്റെ ഗെയിമിംഗ് സാമ്പിൾ കാണണം, എല്ലാം കാണണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളും വാച്ച് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്. ഇവിടെ ഞാൻ ചൂസ് ചെയ്ത പ്രോസസ്സർ AMDയുടെ Ryzen 5 3600 XT ആണ്. സ്പെക് ഷീറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പർച്ചേസ് ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് കാണാം. ഇവിടെ എനിക്ക് കിട്ടിയ ഗെയിമിങ്ങിനായി ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഏറ്റവും ബെസ്റ്റ് പ്രോസസ്സർ ഇതായിരുന്നു. ഇതൊരു AM4 സോക്കറ്റ് പ്രോസസ്സറാണ്. ഇതിൻ്റെ പ്രൈസിങ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. കാരണം ഞാൻ വാങ്ങുമ്പോൾ ഉണ്ടായ പ്രൈസ് ആയിരിക്കില്ല നിങ്ങളിപ്പോൾ വാങ്ങുമ്പോൾ. അതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി പ്രൈസ് കാണാവുന്നു. ഏകദേശം പറയുകയാണെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ ഇതിന് 26,000 ആമസോണിൽ ഞാൻ കൊടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഇൻബോക്സിൻ്റെ ഫാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീ അപ്ലൈഡ് തെർമൽ പേസ്റ്റാണ്. തെർമൽ പേസ്റ്റ് നമ്മൾ എക്സ്ട്രാ കാണാൻ. അതേപോലെ ഇതൊരു AMD പ്രോസസ്സർ ആയതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് കപ്പിളായിട്ട് നൽകാൻ പറ്റുന്നത് MSIയുടെ B450 ഗെയിമിംഗ് പ്രോ കാർബൺ മാക്സ് വൈഫൈ. ഇവിടെ യൂസ് ചെയ്ത പ്രോസസ്സറും അതേപോലെ തന്നെ ബോർഡും ലേറ്റസ്റ്റ് 2020 സീരീസ് തന്നെയാണ്. അതായത് AMD Ryzen 3000 സീരീസിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് മദർ ബോർഡ് എന്ന് തന്നെ പറയാം. അതായത് ഗെയിമിംഗ് സീരീസിലായി നോക്കിയാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കിയാലും വൈഫൈയും അതേപോലെ തന്നെ ബ്ലൂടൂത്തും അടങ്ങിയ ഒരു അടിപൊളി മദർ ബോർഡ് തന്നെയാണിത്. ഈ ഒരു ബോർഡ് ഏകദേശം 14,000 എനിക്ക് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ എല്ലാ എസെൻഷ്യൽ കേബിൾസും അതേപോലെ തന്നെ ആൻറ്റിനയും വരുന്നുണ്ട്. അതുകൊണ്ട് കേബിൾസ് ഒന്നും നിങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടതില്ല. അതേപോലെ ഇതിൻ്റെ എല്ലാ സ്റ്റിക്കർ ബോക്സും ഡ്രൈവർ CD-യും A to Z ഇൻബോക്സിൽ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കേബിൾസിന് കൊടുക്കാനുള്ള ടാഗ്സ് ഒക്കെ ബോക്സിൽ തന്നെ വരുന്നു. ഓക്കെ, നമ്മൾ മദർ ബോർഡിൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ തന്നെ ബോക്സിന് എന്തൊക്കെയുണ്ടെന്ന് കണ്ടു. നമുക്ക് മദർ ബോർഡിൻ്റെ പോർട്സൊക്കെ ഒന്ന് കാണാം. മദർ ബോർഡിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്നത് PS2 പോർട്ടാണ്. അതേപോലെ തന്നെ നോർമലായിട്ട് വരുന്ന USB പോർട്സും പിന്നെ HDMIയും അതേപോലെ തന്നെ TV പോർട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഇൻ്റലിൻ്റെ വയർലെസ് ഓർ ബ്ലൂടൂത്ത് ആൻറ്റിന കണക്ട് ചെയ്യേണ്ട സ്ഥലം, പിന്നെ USB 3.0 അതേപോലെ തന്നെ ഇൻ്റലിൻ്റെ ഗെയിമിംഗ് LAN കാർഡുമാണുള്ളത്. മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം USB Type-C പോർട്ടും വരുന്നുണ്ട്. പിന്നെ 4 RAM സ്ലോട്ടാണ് വരുന്നത്, DDR4 ആണ്. അതുപോലെ തന്നെ 2 PCI സ്ലോട്ട് വരുന്നുണ്ട്, അതായത് ഗ്രാഫിക്സ് കാർഡൊക്കെ നിങ്ങൾക്ക് ഇടാൻ വേണ്ടി. അതുപോലെ തന്നെ M2 സ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഡുവൽ വരുന്നുണ്ട്. ഒരു M2 സ്ലോട്ട് വിത്ത് ഷീൽഡാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ താഴ്വശത്ത് നോക്കുകയാണെങ്കിൽ സാറ്റാ പോർട്സ് കാണാം. ടോട്ടൽ 6 സാറ്റാ പോർട്സ് ആണ് ഇവിടെയുള്ളത്. ഇനി നമുക്ക് ഗ്രാഫിക്സ് കാർഡിലേക്ക് കിടക്കാം. GBയുടെ GeForce RTX 2060 ആണ് ഇവിടെ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് AMD Ryzen 3600 XTക്ക് കപ്പിൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ്, അതായത് GPU തന്നെയാണ് ഈ 2060. DDR5 6GB ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 28,000 ആണ് എനിക്ക് ആമസോണിൽ വന്നിട്ടുള്ളത്. ഗെയിമിംഗ് ആയാലും അതേപോലെ തന്നെ നിങ്ങൾ എഡിറ്റിംഗ് ആവശ്യത്തിനായാലും ഒരു ബെസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് എന്ന് തന്നെ പറയാം.
അതുപോലെ തന്നെ DP പോർട്സ് വരുന്നത് ഇവിടെ 4 എണ്ണമാണ്. അതുപോലെ തന്നെ ഒരു HDMI പോർട്ടുമാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കപ്പിൾഡ് വിത്ത് ഡുവൽ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് SSDയിലേക്ക് SSD ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് M2 ആണ്. ഇവിടെ ഞാൻ 500 GB യൂസ് ചെയ്തിട്ടുള്ളത്. WD-യുടെ ബ്ലൂ ആണ് ഇവിടെ എഡിഷൻ വരുന്നത്. M2 യൂസ് ചെയ്യാൻ കാരണം SSDയേക്കാൾ 3 ഇരട്ടി ഫാസ്റ്റാണ് M2 വരുന്നത്. M2 NVMe യൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ കുറച്ച് ബഡ്ജറ്റ് ഒതുക്കാൻ വേണ്ടിയാണ് ഈ ഒരു SSD ഞാൻ യൂസ് ചെയ്തത്. അടുത്തതായി പവർ സപ്ലൈയിലേക്ക് കടക്കാം. കോസയുടെ CB സീരീസ് CB550 വാട്ട്സിൻ്റെ ഒരു പവർ സപ്ലൈ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഒരു എക്സസ് ഫാനാണ് ബാക്ക് വരുന്നത്. ഒബ്വിയസ്ലി എല്ലാ പവർ സപ്ലൈയിലും ഫാൻ ഉണ്ടാവും. നമുക്ക് റാമിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ക്രൂഷ്യയുടെ ബാലിസ്റ്റിക്സിൻ്റെ ഒരു റാമാണ്. 8GB × 2, അതായത് ടോട്ടൽ ഓഫ് 16 GB ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം. അതുപോലെ തന്നെ മുകളിൽ 6GB ആണ് വരുന്നത്. ആൻഡ് അടുത്തതായി എല്ലാ ബിൽഡിലും ഞാൻ ക്യാബിനറ്റ് ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്തവണ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ കംപ്ലീറ്റ്ലി വൈറ്റ് ക്യാബിനറ്റ് ചൂസ് ചെയ്യാൻ കാരണം താഴെ വശത്തും അതുപോലെ തന്നെ മുകൾ വശത്തും അയർ വെൻറ്റ് വരുന്നുണ്ട്. നല്ലൊരു ക്യാബിനറ്റ് ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആണ് ഈ ഒരു കമ്പനിയുടെ. സോ ഒരു ടെസ്റ്റിങ്ങിൻ്റെ രീതിയിലാണ് ഈ ഒരു ക്യാബിനറ്റ് ഞാൻ പർച്ചേസ് ചെയ്യാൻ കാരണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ എന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ക്യാബിനറ്റ് എടുക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു വൈറ്റ് എടുക്കാൻ കാരണം പേഴ്സണലി ബ്ലാക്ക് കണ്ട് മടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചേഞ്ചസിന് വേണ്ടി ബ്ലാക്ക് മാറ്റി വൈറ്റ് എടുക്കാൻ കാരണം. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ കേബിൾ സ്പേസസ് ഒക്കെ പെർഫെക്റ്റ് ആണ്. അതുപോലെ മുകൾ വശത്ത് നോക്കുകയാണെങ്കിൽ ഒരു റീസെറ്റ് സ്വിച്ച്, പവർ സ്വിച്ച്, 2 USB 3.0 പോർട്സ് ഉണ്ട്. പിന്നെ മൈക്കും അതുപോലെ തന്നെ ഹെഡ്സെറ്റ് പോർട്ടും. ഒരു ഓപ്പണബിൾ ടെമ്പേർഡ് ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തുറക്കുമ്പോൾ പൂട്ടുമ്പോഴൊക്കെ വളരെയധികം കെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മദർ ബോർഡ് നിങ്ങൾക്ക് ലൈവായിട്ട്, അതായത് വർക്കിംഗ് ടൈം തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ് ഓപ്പൺ ചെയ്ത് അകം വശം 2.5 SSD യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ കേസൊക്കെ മാറ്റി വെക്കാം. നമുക്ക് അസംബ്ലിങ് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ബോർഡിൽ പ്രോസസ്സർ പ്ലേസ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ലിഡ് ഓപ്പൺ ചെയ്യുക. കറക്റ്റ്ലി പ്ലേസ് ചെയ്തതിന് ശേഷം അനക്കമൊന്നുമില്ലെങ്കിൽ നമുക്കിത് ടൈറ്റൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്രോസസ്സറുടെ ഫാന് മുകളിൽ വെക്കാം. മദർ ബോർഡിൽ നിങ്ങൾ എന്ത് അസംബിൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഒരിക്കലും എവിടെയും ഫോഴ്സ് കൊടുക്കരുത്. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം സ്ക്രൂ ടൈറ്റ് ചെയ്യുക. സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓവർ ടൈറ്റ് ചെയ്യരുത്. എല്ലാം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതേപോലെ റാമിനായി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 2 8GB റാമാണ്. ഒരു 16GB റാം യൂസ് ചെയ്യാമായിരുന്നു, പക്ഷേ കൂടുതൽ പെർഫോമൻസ് കിട്ടുക അത് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് എല്ലാ ചാനൽസും യൂസ് ചെയ്ത് നമ്മൾ റാം ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ 8GB 2 റാമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതായി SSD നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ ഷീൽഡുള്ള M2 സ്ലോട്ടാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അവിടെയാണ് പ്രയോറിറ്റി കൊടുക്കുക. എന്ന് കമ്പനി പറഞ്ഞതല്ല, എൻ്റെ വകയാണ്. ഓക്കെ, നമുക്ക് IO ഷീൽഡ് നമ്മൾക്ക് ഈ ഒരു ക്യാബിനറ്റിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, IO ഷീൽഡ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് മദർ ബോർഡ് ജെന്റ്ലി പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എവിടെയും തട്ടാതെ മുട്ടാതെ പ്ലേസ് ചെയ്യുക. സ്ക്രൂ ഒന്നും ഓവർ ടൈറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, SMPS അവിടെ കറക്റ്റ് പ്ലേസ് ചെയ്ത്, അതായത് പവർ സപ്ലൈ പ്ലേസ് ചെയ്ത് സ്ക്രൂ ചെയ്യാം. അതിനുശേഷം നമുക്ക് കേബിളൊക്കെ പിൻ വശത്തൂടെ റൗട്ട് ചെയ്യാം. റൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കൂടുതൽ കേബിൾസ് ഒന്നും ഗ്ലാസ്സിലൂടെ കാണാത്ത രീതിയിൽ വേണം റൗട്ട് ചെയ്യാൻ. അതായത് ബാക്ക് വശം എടുത്ത് അതിൻ്റെ അടുത്തുള്ള നിയറസ്റ്റ് ഹോളിലേക്ക് കൂടി മാത്രമേ നിങ്ങൾ കേബിൾസ് എടുത്ത് നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അത് കൂടുതൽ ബോർ ഒഴിവാക്കാൻ വേണ്ടി കേബിൾസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റൗട്ട് ചെയ്ത് കൊണ്ടുവരാം. അടുത്തായി നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനു മുമ്പ് ക്യാബിനറ്റിനുണ്ടായ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഹോൾസ് അവിടെ അടച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾക്ക് അൺസ്ക്രൂ ചെയ്ത് വേണ്ടത്ര ഹോൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പ്രോസസ്സർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എത്രത്തോളം കെയർ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കെയർ ചെയ്യേണ്ടതാണ്. കാരണം കൂടുതൽ എക്സ്പെൻസീവ് വരുന്ന 2 ഐറ്റംസ് ആണ് ഇതൊക്കെ. അതുപോലെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പവർ സപ്ലൈയും കൊടുക്കുക. ഈ കാണുന്ന ബ്ലൂ കണക്ഷൻ ഫ്രണ്ട് പാനലിയുടെ USB 2.0 പോർട്സ് ആണ്, 3.0 പോർട്സ് ആണ്. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്യുമ്പോഴും ഹോൾസിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയ പോർട്സ് യൂസ്. അവസാനമായി കേബിൾ റൗട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത എല്ലാ കേബിൾ ടൈസും കട്ട് ചെയ്ത്, അതായത് ഓവർ വരുന്ന എല്ലാം കട്ട് ചെയ്ത് ബാക്കത്തെ ലിഡ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതോടെ നമ്മളെ CPU റെഡി. ഇനി നമുക്ക് ചെയ്യേണ്ടത് OS ഇൻസ്റ്റാളേഷനാണ്. എങ്ങനെ നമുക്ക് വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിൻഡോസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു വിൻഡോസ് 10 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ വരാം. അതിനുശേഷം ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു ബെഞ്ച് മാർക്ക് ടെസ്റ്റ് സ്കോറും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ RGBയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. റാമൊക്കെ ഇത് നമുക്ക് എഡിറ്റബിൾ ആണ്. റാമിൻ്റെ ഈ RGB ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് വേണ്ട രീതിയിലേക്ക് ലൈറ്റ്സ് മാറ്റുകയൊക്കെ ചെയ്യും. അതായത് ക്രൂഷ്യലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ബാലിസ്റ്റിക്സിൻ്റെ LED കൺട്രോളർ നമുക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഞ്ച് മാർക്കിംഗ് സ്കോറാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതേപോലെ തന്നെ മറ്റൊരു ബെഞ്ച് മാർക്കിംഗ് ആപ്ലിക്കേഷനിലൂടെ കിട്ടിയ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഗെയിമിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സ്മൂത്തായിട്ട് ഏകദേശം 200 ഫ്രെയിം പെർ സെക്കൻഡ് വരെ എനിക്ക് GTA 5 കളിക്കാൻ പറ്റുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് കൂടുമ്പോൾ എനിക്ക് 170 to 180 ഫ്രെയിം പെർ സെക്കൻഡ് കൂളായിട്ട് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു കിടിലം പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തികച്ചും ഫ്രീ ആണ്. അതേപോലെ എല്ലാ അടുത്ത വീഡിയോൻ്റെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണം ഒന്ന് അമർത്തുക. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീ ഫർഹാൻ ബിൻ ഫസൽ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.